ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായ വാളകം ഡിവിഷൻ നിലനിർത്താൻ മാത്യൂസ് വർക്കി രംഗത്തിറക്കി UDF. വികസനവും കരുതലും സംയോജിപ്പിച്ചാണ് മാത്യൂസ് വർക്കി തെരഞ്ഞെടുപ്പ് ഗോതയിൽ മുന്നേറുന്നത്. വികസനവും കരുതലും സംയോജിപ്പിച്ച് എന്നും നാടിനൊപ്പം നിന്ന മാത്യൂസ് വർക്കിയെയാണ് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായ വാളകം ഡിവിഷൻ നിലനിർത്തുന്നതിനായി UDF രംഗത്തിറക്കുന്നത്. പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുമായാണ് മാത്യൂസ് വർക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. 90കളിൽ ഐരാപുരം ശ്രീ ശങ്കര വിദ്യാപീഠം കോളേജിൽ വിദ്യാർത്ഥി യൂണിയന്റെ ദീപശിഖ ഉയർത്തി പൊതുപ്രവർത്തനം ആരംഭിച്ച മാത്യൂസ് വർക്കി പായിപ്പട പഞ്ചായത്തിന് എന്നും പരിചിതനും ജനകീയനുമാണ്. കോളേജ് യൂണിയൻ ചെയർമാനായുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് വിജയത്തോടെ പിറവിയെടുത്തത് സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. 1995 മാത്യൂസ് വർക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കന്നിയംഗത്തിനിറങ്ങിയത്. പായിപ്പട ഗ്രാമപഞ്ചായത്തിലേക്ക് 22ാം വയസ്സിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചു വന്ന മാത്യൂസ് വർക്കി പിന്നീട് പായിപ്പട പഞ്ചായത്തിന് വേണ്ടി നൽകിയ വികസന പദ്ധതികൾ ഏറെയാണ്. 2010ലും 2015ലും 2020ലും തുടർച്ചയായി ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മാത്യൂസ് വർക്കി 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 22 വാർഡുകളുള്ള പഞ്ചായത്തിലെ എല്ലാ പൊതുജനങ്ങൾക്കും മാത്യൂസ് വർക്കി എന്നും പ്രിയങ്കരനാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലുടനീളം വൻ ജനസ്വീകാര്യതയാണ് വാളകം ഡിവിഷനിൽ നിന്നും മാത്യൂസ് വർക്കിക്ക് ലഭിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് യാഥാർത്ഥ്യമാക്കേണ്ടത് എന്നതിനെ കുറിച്ച് സാധാരണക്കാരോടൊപ്പം ചിന്തിച്ച് സാധാരണക്കാരോടൊപ്പം നിന്നു പോകാൻ പറ്റിയ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഐക്യ ജനാധിപത്യ മുന്നണിയാണ് എന്ന് എനിക്ക് മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട മുഴുവൻ സഹപ്രവർത്തകർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ പായിപ്പട ഗ്രാമപഞ്ചായത്തിലേക്ക് കഴിഞ്ഞ 3 തവണകളായി ജനം തുടർച്ചയായി ജയിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ 4ാം തവണയും തുടർച്ചയായി വിജയത്തിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ഈ പ്രിയപ്പെട്ട നാടിന്റെ അംഗീകാരം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കുണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലയളവിൽ സമ്പൂർണ്ണ വെളിച്ച ഗ്രാമമായും ഗ്രാമീണ റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ വയോധികരുടെ ക്ഷേമം എന്ന ലക്ഷ്യത്തോടെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായി മരുന്ന് ലഭ്യമാക്കുന്നതിനായി ഹാപ്പി ക്ലിനിക് പോലുള്ള പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട്. നാടിനെ പിടിച്ചുകുലുക്കിയ കോവിഡ് കാലത്തും മാത്യൂസ് വർക്കി സ്വന്തം ജനങ്ങളെ കരുതലോടെ ചേർത്ത് നിർത്തി. കോളേജ് പഠനകാലത്ത് KSUവിന്റെ കരുത്തനായ നേതാവായിരുന്ന മാത്യൂസ് വർക്കി നിലവിൽ മൂവാറ്റുപുഴ പ്രാഥമിക കാർഷിക സഹകരണ ബാങ്ക് പ്രസിഡന്റ്, തൃക്കളത്തൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിക്കുന്നുണ്ട്. മൂവാറ്റുപുഴ താലൂക്ക് KSU പ്രസിഡന്റ്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, മൂവാറ്റുപുഴ മൾട്ടിപർപ്പസ് സഹകരണ സംഘം സ്ഥാപക പ്രസിഡന്റ് എന്നീ നിലകളിലും മാത്യൂസ് വർക്കി പ്രവർത്തിച്ചിട്ടുണ്ട്. പായിപ്പട പഞ്ചായത്തിനൊട്ടാകെ എന്നും സമഗ്ര വികസനം കാഴ്ചവെച്ച മാത്യൂസ് വർക്കിയെ തികഞ്ഞ വിജയ പ്രതീക്ഷയോടെയാണ് UDF രംഗത്തിറക്കിയത്. ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ നാടിനൊട്ടാകെ വലിയ വികസന പദ്ധതികളായിരിക്കും മാത്യൂസ് വർക്കി കാഴ്ചവെക്കുന്നത്.